ഹലോ. അപ്പൊ ഇന്ന് വെക്കേഷനൊക്കെ അല്ലേ, അപ്പൊ ഇന്ന് അടുക്കളയിലൊന്ന് കയറി നമുക്കൊന്ന് ചോറും കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ മമ്മി അടുക്കളയിൽ നിന്ന് അടിച്ചോടിച്ച് വിട്ടു കേട്ടോ. മമ്മിക്ക് ഇന്ന് റെസ്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഇത്തായും കൂടെയാണ് ഇന്ന് അടുക്കളയിലെ സാധനങ്ങളെല്ലാം വെക്കാൻ പോകുന്നത്. കറിയും ഒക്കെ ഞങ്ങളാണ് വെച്ച് നോക്കാമല്ലോ, നമുക്ക് പറ്റുമെന്നൊക്കെ. അപ്പം നേരെ വീട്ടിലോട്ട്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അപ്പം പുട്ട് തിന്നിട്ട് എല്ലാവരും തെരുവൂ കേസ്. അപ്പൊ നമ്മളെ ഉച്ചക്കത്തെ തോരനിക്കുള്ളതാണ് കേട്ടോ ഈ വെണ്ടയ്ക്ക. അപ്പൊ അത് അരിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇനി എനിക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഇനി രസം വെക്കണം. അപ്പം ഇനി രസം വെക്കാൻ ഞാൻ ഇവിടെ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെ, ഉള്ളിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയാണ്. പിന്നെ ഇനി നമുക്ക് മീൻകറിയോ പുളിമുളക് എന്തെങ്കിലുമൊക്കെ വെക്കാം. എൻ്റെ പേര് CD കാരലെന്നാണ്. ആണ് ഇത് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് അരിയണം. രസത്തിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മീൻ മേടിക്കാൻ പോവുകയാണ് കേട്ടോ. മീൻകാരൻ വന്നിട്ടുണ്ട് കേട്ടോ. ചൂര കണ്ടിക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് മമ്മിയെ ചെറുതായിട്ടൊന്ന് വിളിക്കാം. നമുക്കിത് കണ്ടിക്കാൻ പറ്റത്തില്ല. ഗൈസ്, ഞാൻ കൊച്ചുള്ളി അരിയാണ് രസത്തിനുള്ളത്. അപ്പം അത് തോരനിക്കുള്ള അരിയാണ്. ഇത് ഞാൻ രസത്തിനുള്ള ഉള്ളിയൊക്കെ ഇരിക്കുകയാണ്. ഇത് നമുക്ക് മീനെ കറി വയ്ക്കാൻ ചൂര കുടിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ രസത്തിനുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് രസത്തിനുള്ള വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് രസം വെക്കാൻ നമ്മൾ എന്നതാ ചൂടാക്കും കിടക്കുന്ന എടുക്കാം. കുറച്ചായിട്ടൊന്ന് കരിഞ്ഞൊക്കെ ചെയ്യട്ടോ, ക്ഷമിക്കണേ. നമ്മളെ രസം റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഇടും അതെ മാറ്റിയോ. മസാല മാത്രമേ കാണത്തുള്ളൂ. മീൻകറി ഉണ്ടാക്കാം. മീൻകറി തേങ്ങ, നമ്മൾ ഉപ്പിടാം. നമുക്ക് മുളക് പൊടിയിട്ട് കൊടുക്കാം. എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ദാ വന്നിന്ന് ഫോണിൽ കളിക്കുന്നു. ഞാൻ ക്ഷീണിച്ചു, അതാണ് ഞാൻ ഇവിടെ കിടന്നു. നമുക്ക് അരി ഇടാം കേട്ടോ. കുറച്ച് കരിയാത്ര ഇട്ടു.
നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും കരിവേപ്പില. നമ്മളെ പണിയൊക്കെ ഏകദേശം എല്ലാം ഒതുങ്ങി. അപ്പം നമുക്ക് തിന്നാൽ മതി. നമ്മൾ ചോറ് ലാസ്റ്റാണ് വെച്ചത്. അടുപ്പിൽ കിടന്ന് ഇങ്ങനെ തിളക്കുന്നതാണ്. തൊട്ട കൈ കൊള്ളും. നമ്മൾ വിഴുക്ക് വരട്ടിയതാണ് ഇവിടെ നമ്മൾ വിഴുക്ക് വരട്ടിയാണിത്. പിന്നെ ഇതെല്ലാം നമ്മൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയതാണ്. പിന്നെ രസമുണ്ട്, പിന്നെ മീൻ പൊരിച്ചത്, ചോറ്, പിന്നെ നമ്മുടെ രാവിലെ നടക്കുന്ന മീൻകറി. ഇത്രയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. നമുക്ക് ഇനി തിന്നാൻ ഏതൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ കഴിക്കാൻ പോവാണ്. ചോറിട്ടു, നമുക്ക് മെഴുക്ക് വരട്ടി എടുക്കാം. എനിക്ക് ഈ തോരൻ ഭയങ്കര ഇഷ്ടമായിട്ടോ, ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട്. വയ്ക്കാം കേട്ടോ, പൊരിച്ച മീൻ വെക്കാം. വലുത് നോക്കി എടുക്കട്ടെ ഗൈസ്. മീൻ പൊടിഞ്ഞിട്ടാക്കി. എനിക്കിങ്ങനെ കറിയിലെ മീൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഈ ചാറ് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. എൻ്റെ വായിൽ കപ്പലുണ്ട്. കഴിച്ചു നോക്കാം നമ്മൾ ഉണ്ടാക്കിയ ടേസ്റ്റൊക്കെ ഉണ്ടാവുന്നു. ഈ സൂപ്പറാട്ടോ. അപ്പൊ നമ്മളെ ഇന്നത്തെ കിച്ചൺ നമ്മളെ ജോലി ചെയ്തതിന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെയും